സൂക്ഷിച്ച്. ആര്യന്മാർക്കൊരു വിശ്വാസമുണ്ട്. സംഭവമൊക്കെ അല്പം ക്ലീശയാ. എന്ത് വിശ്വാസം? അത് പിന്നെ മനസ്സിൽ പ്രണയമുള്ളവരുടെ മുന്നിൽ മാത്രമേ ഈ ഡോൾഫിനുകൾ ഈനുകളായി വരത്തുള്ളൂ. പടച്ചവൻ നിന്നെ പടച്ചപ്പോൾ മിഴികൾ കരി കൊണ്ട് വരച്ചപ്പോൾ എന്നെ ഓർത്തു കാണും, എന്റെ ഇഷ്ടമോർത്തു കാണും. മുടിച്ചുരുൾ കൊണ്ട് നിറച്ചപ്പോൾ കവിൾ ചുഴികൾ തുളച്ചപ്പോൾ എന്നെ ഓർത്തു കാണും, എന്റെ മോഹമോർത്തു കാണും. നീ എന്റെ കുപ്പായമാകുന്നിടങ്ങൾ നീ എന്റെ കുപ്പായമാകുന്നിടങ്ങൾ, നീ എന്റെ തോട്ടമാകുന്നിടങ്ങൾ, നീ എന്റെ പാതിദീനാകുന്നിടങ്ങൾ. പടച്ചവൻ എന്നെ ഓർത്തു കാണും. മൊഴി ഊതിൽ പൊതിഞ്ഞപ്പോൾ ചിരി തോതിൽ പൊഴിഞ്ഞപ്പോൾ എന്നെ ഓർത്തു കാണും, എന്റെ ഇഷ്ടമോർത്തു കാണും. നീ എന്റെ സീമയിൽ ഒരുങ്ങുന്ന സിതറ, നിന്നുള്ളിലേക്കല്ലാണ്ട് വേറെങ്ങ ഹിജറ. നീ എന്റെ ശീലമായി ദുശീലമായി എന്നെ കുഴക്കുന്ന ഫിത്ര. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞ എന്താ? പകുതി വിലയാ? നിങ്ങളൊന്ന് അടുപ്പിച്ച് പറ. ഡാഡാ ഡാഡാ നോക്കിയേ കാര്യം. ഹാൻഡ് ഫീഡിങ് ബേർഡേ, ഇവിടെ ഒന്നും കിട്ടത്തില്ലെന്നേ. ഒരു മിനിറ്റ്, ഇപ്പം തിരിച്ചു വിളിക്കാവേ. എന്താടാ
നിങ്ങളാണോ ഈ ആഡ് OLX ഇട്ടത്? അതെ, ഞാനാണ്. അതിനിപ്പോ എന്താ? ഇത് എന്റെ മാടത്തെയാ. തന്റെ മാടത്തെയാ? ഇന്നലെ ഓരോന്ന് പറഞ്ഞ് എന്നെ മരത്തിൽ കയറ്റിപ്പിച്ചിട്ട് മറിഞ്ഞ് വെള്ളത്തിൽ വീണപ്പോ നിങ്ങളങ്ങ് മുങ്ങിയതല്ലേ? ഇനി ഒരു 10,000 രൂപ തന്നാലേ സാധനം തരുന്നുള്ളൂ. 5,000 എന്നല്ലേ പറഞ്ഞത്? അത് ഇന്നലെ. ഇത് കണ്ട, ഇതിന് കാശ് ആര് തരും? That's not fair. ഫെയർ കാശില്ല, അത് പറ. OLXൽ ഓൾറെഡി 5 പേര് ഇൻട്രസ്റ്റഡാ, 3 പേര് ബിഡ് ചെയ്തിട്ടുണ്ട്, 2 പേര് വിളിച്ചിട്ടുണ്ട്. അത് അത്ര പൈസ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ടാ. പിന്നെ കയ്യിലെത്രയുണ്ട്? ഒരു 7,000 തരാം. നഷ്ടമാണ്. എന്നാലും കാശെടു. എന്റെ പേരെന്താ? ഇന്ന് പേര് പറഞ്ഞിട്ട് പോടോ. ആ പേരൊന്ന് പറഞ്ഞിട്ട് പോ. നീ അന്ന് പറഞ്ഞില്ലേ, ഈ ലോകം മുഴുവനും കുറെ പ്രശ്നങ്ങളായി നമുക്ക് നേരെ വന്ന നീ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ നീ നിൽക്കുന്നാണ് ആ കൈ പിടിച്ച് ഞാനുണ്ടാവും കൂടെ. ഡാഡ പറഞ്ഞ് കുറച്ചു ദിവസമായിട്ട് ആള് ഭയങ്കര സെന്റിയാണെന്ന്. എന്ത് സെന്റി? ഞാനിതിൽ മദാമെ സെറ്റാക്കി യൂറോപ്പിൽ പോകാനുള്ള പ്ലാൻസിലായിരുന്നു. നീ പോവോ? ഞാൻ പോവും. ആഹാ, നീ പോവും? ഒരു ചരക്ക് മദാമ സെറ്റ് ആയാലേ ഉറപ്പായിട്ട് ഇവിടെ സ്കൂട്ടാവും. എന്ത് നമുക്ക് സംസാരിക്കാം. നീ നിന്റെ മദാമനോട് പോയി സംസാരിച്ചാ മതി കേട്ടോ. പഴയ കണക്ഷനിൽ 1-2 മദാമ മീറ്റിംഗ് വേണ്ട, ഞാൻ വിളിച്ചാ മതിയേ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നും. ഞങ്ങൾ ഇരിക്കുകയല്ലേ, മേളിലോട്ട് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അല്ല ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട്. ഹലോ ഹലോ തുമ്പി, നീ ഓക്കെ അല്ലടാ? ഞങ്ങൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ട്രീസമ വന്നു, ഞങ്ങക്ക് ജാമ്യം കിട്ടി, ഒരു പ്രോബ്ലം ഇല്ല. ഈ കേസ് നിൽക്കില്ല. അവര് നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഞങ്ങൾ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ ഓക്കെയാണ്. ഇവിടെ ട്രീസമയും ഡാഡയൊക്കെ ഉണ്ട്. ഡാഡ ഓക്കെയാണോ? ഡാഡ ഓക്കെയാണ്. ഫോൺ കൊടുക്കണോ? വേണ്ട, ഞാൻ കാരണല്ലേ ഇതെല്ലാം. അതിന് നീ എന്ത് ചെയ്തിട്ടാ? നമുക്ക് ശരിയാക്കാം, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും ശരിയാവില്ല, കാരണം ഒന്നും ശരിയാവില്ല. ശരിയാക്കാം. ഡാഡിയോട് പറയണം. ഹലോ ഹലോ തുമ്പി,
ഖബറിലേക്കാണോ? മരിച്ചിട്ടല്ല കേട്ടോ മകളോട് സ്നേഹം കാണിക്കണ്ട. പിന്നെ അവള് മരിച്ച അന്നൊന്നുമല്ല, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് മരിച്ച നിങ്ങളോടൊപ്പം അവള് ജീവിച്ചത്. നിങ്ങൾക്കറിയോ, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഉമ്മച്ചി, ആ വീട് ഇതിനും വലിയ ഖബറാണെന്ന്. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. നിങ്ങളൊന്നിരുന്ന് സംസാരിച്ച് തീരുന്ന പ്രശ്നമല്ലേ പറഞ്ഞു പറഞ്ഞു ഇവിടെ നേരെ കൊണ്ട് എത്തിച്ചത്, അല്ലേ? അല്ലേ? പറ. ഞാൻ കണ്ടിട്ടില്ല ഉമ്മച്ചി, ഇതുപോലത്തെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ഒരു പക്ഷി അതിന്റെ ആയുഷ്കാലം മുഴുവൻ പറന്നാലും തണൽ തീരാത്തൊരു മരമുണ്ട്. ഏഴാം കടലിനപ്പുറത്ത് പരമസീമയിലെ സിദ്ധാവൃക്ഷം. അതിന്റെ തൊട്ടടുത്താണ് സ്വർഗം. നമ്മളെ ഒരുപാട് സ്നേഹിച്ചവര്, നമുക്ക് മുന്നേ പോയവര്, തിരഞ്ഞിട്ടും കണ്ടെത്താത്തവര്, അവരെല്ലാം നമ്മളെ അവിടെ കാത്തു നിൽക്കുന്നത്. എനിക്ക് വേണ്ടി ഇനി അവിടെ 2 പേര് കാത്തു നിൽപ്പുണ്ട്. ഞാൻ അങ്ങോട്ടാ പോന്നെ. നീ എന്തൊക്കെയാ പറയുന്നത്? ഡാഡിക്ക് ട്രീസമ്മ ഒരുപാട് ഇഷ്ടാ. പക്ഷെ എന്റെ കൂട്ടുകാരും ഈ നാട്ടുകാരും എന്ത് പറയുന്ന ഓർത്തിട്ടാ ഡാഡ് ഒഴിഞ്ഞു മാറുന്നേ. ഞാൻ പോയാലും ട്രീസമ്മ ഡാഡിയോടെ വേണം. ട്രീസമ്മ എന്റെ ഡാഡിയോടൊപ്പം വേണം. ചേരുവാനും നീ സിതറായൻ ഉയരാകെ കേൾക്കാതെ പോയതെന്തേ കടൽ കാറ്റ് പോലെ